സാഹസികതയുടെ പര്യായമാണ് അരൂർ തുറൂർ പാതയിലൂടെ ഇപ്പോഴുള്ള യാത്ര. നിങ്ങൾക്കറിയാം, അവിടെ ദേശീയപാത നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. കൈയും കാലും ഒടിയാതെ വീട്ടിലെത്താൻ കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആകാശപാത ആശങ്കപാതയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ന് ചന്ദരൂർ, കൊച്ചിക്ക് അരൂരിനടുത്തുള്ള ചന്ദരൂരിലെ ആളുകൾ, ആലപ്പുഴ ജില്ലയാണത്, ആലപ്പുഴ ജില്ല ചന്ദരൂരിലെ പ്രദേശവാസികൾ ഇന്ന് പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നു. കാരണം വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ ദേശീയപാത നിർമ്മിച്ചതിലൂടെ ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. വെള്ളക്കെട്ട്, പൊടിശല്യം, ചെളി, വാഹനത്തിൽ മാത്രമല്ല നടന്നു പോകാൻ പോലും പറ്റാത്ത ദുരിതം. പരാതി പറഞ്ഞു മടുത്തു. ഒടുവിൽ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലേക്ക്. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വീണ് ചെളിയൊക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത് ചന്ത സ്കൂളാണ്. അവിടം വരെ ഈ കുഞ്ഞുങ്ങൾ ഈ ചെളി വെള്ളത്തിൽ ചവിട്ടാണ് പോണത്. ഭയങ്കര ദുരിതം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അല്ലെ? അനുഭവിച്ചാലേ അതറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളുപ്പിന് 2 മണിക്ക് പണിക്ക് പോണ ആളുകൾക്കൊക്കെ ഭയങ്കര പാടാണ്. അലക്സ് വരെ എന്റെ വെട്ടിയാൻ വീണിട്ടുണ്ട്. അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് 2023 ഫെബ്രുവരിയിൽ. 12.45 കിലോമീറ്ററാണ് ദൂരം. 1668 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പക്ഷേ 1.5 വർഷത്തിനിപ്പുറവും പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. നാട്ടുകാരുടെ ആക്ഷേപം ഇങ്ങനെ: ബദൽ മാർഗം ഒരുക്കാതെയുള്ള യാത്രാ സംവിധാനം, ദൈർഘ്യം കൂടിയ യാത്ര, ഒപ്പം അപകടങ്ങൾ പതിവാകുന്നു. ദുരിതയാത്രയെക്കുറിച്ച് പരാതിയും പ്രതിഷേധവും ശക്തമായപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു. വിഷയം പഠിക്കാൻ അമിക്കസ് ക്യൂരിയെ നിയമിച്ചു. സംഭവസ്ഥലം സന്ദർശിച്ച അമിക്കസ് ക്യൂരി കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: പ്രധാനമായും ബുദ്ധിമുട്ട് നേരിടുന്നത് വിദ്യാർത്ഥികളാണ്. സംഭവസ്ഥലത്ത് വെള്ളക്കെട്ടും അതോടൊപ്പം നടപ്പാതയുടെ അഭാവവും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ പമ്പ് സെറ്റ് ഉപയോഗിക്കണം. ഒപ്പം 3 മീറ്റർ വീതിയിലെങ്കിലും നടപ്പാത പണിയണം. എന്നാൽ അമിക്കസ് ക്യൂരി റിപ്പോർട്ട് പ്രകാരമുള്ള വർക്കുകളൊന്നും കാര്യമായി നടക്കുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. അപകടത്തിൽ പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. വിദ്യാർത്ഥികളും ബൈക്ക് യാത്രികരുമാണ് അധികവും. 32 വർഷമായിട്ട് സ്കൂട്ടർ ഓടിക്കണം, കാർ ഓടിക്കണത്തിനാണ്. ഈ കുഴിയിൽ ഞാൻ സ്കൂട്ടർ തെന്നി വീണിട്ട് ഞാൻ PS മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്റെ മകൻ ഇപ്പോൾ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ആക്സിഡന്റ് ആയി. ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് ചെളിയായിരുന്നു. സ്കിഡായി പോയി, കൈ കംപ്ലീറ്റ് കുറഞ്ഞു പോയി. പിന്നെ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഉള്ള കാരണം അവൻ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. 5 ദിവസം റോഡ് പൂർണ്ണമായും അടച്ച നടപ്പാത കോൺക്രീറ്റ് ചെയ്തു. എന്നാൽ 5 മിനിറ്റിൽ തകർന്നു. NHAയും കരാറുകാരും അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ പറ്റിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 7 ദിവസം റോഡ് അടച്ചിട്ടുകൊണ്ട് ബദൽ മാർഗം സംവിധാനം ചെയ്താണ് ഇപ്പൊ ഈ കാണുന്നത്. ഒരു നടപടിയിലാണ്. വാഹനം ഓടിക്കാൻ ഒരു വിധത്തിലും പറ്റുന്നില്ല. വാഹനം സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ കുണ്ടും കുഴിയിൽ കയറി അന്നന്ന് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നികുതിപ്പണം അടക്കുന്ന ജനങ്ങളുടെ സമയത്തിനും വിലയുണ്ടെന്ന് അധികാരികൾ മനസ്സിലാക്കണം. അരൂർ മുതൽ കുമ്പളം വരെ എത്താൻ സാധാരണ എടുക്കുന്ന സമയം അരമണിക്കൂർ. ഇപ്പോൾ അത് 1 മുതൽ 2 വരെയാണ്. വൈകുന്നുണ്ട്. അങ്ങനെ 9:30-10 മണിയൊക്കെ എത്തുമ്പോ ലോക്കാരനെ നമുക്ക് ചെല്ലുമ്പോ വഴക്കെല്ലാം കേൾക്കും. സാറന്മാരെ തല്ലിടക്ക വരും. ടീച്ചർമാരൊക്കെ താമസിച്ചു വരുന്ന പണിയാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോണ. അതായിരുന്നു 2 മണിക്കൂറൊക്കെ കിടന്നിവിടെ ഞങ്ങള് അരൂരത്ത്, അതായത് കുമ്പളത്തുനിന്ന് 2 മിനിറ്റ് കൊണ്ട് വരേണ്ട വണ്ടി 2 മണിക്കൂർ കൊണ്ടാണ് അരൂരെത്തിയത്. ഒരു രക്ഷയില്ല. ഇത് കണ്ട ബസ് സ്റ്റോപ്പാണ്. ഇവിടെ എന്താ പറയേണ്ടത്? വികസന വിരോധികൾ എന്ന ചാപ്പകുത്തി തടി തപ്പാൻ ശ്രമിക്കരുത്. ജീവൻ പണയം വെച്ചുള്ള ഈ സാഹസിക യാത്രയ്ക്ക് അറുതി വേണം. റോഡിൽ പട്ടുമെത്ത വിരിച്ചു തരണമെന്നല്ല ആവശ്യം. കുണ്ടിലും കുഴിയിലും വീഴാതെ ജീവനോടെ തിരികെ വീട്ടിലെത്താൻ വേണ്ടിയാണ് ഈ സമരം. അധികാരികൾ ഇത് കണ്ടില്ലെന്നടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. ചന്ദ്രൂരിൽ നിന്ന് റിജോക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴ വഴിയുള്ള നാഷണൽ ഹൈവേ നിർമ്മാണം വളരെ ത്വരിതഗതിയിൽ നടക്കുന്നു.
അതങ്ങനെ തന്നെ നടക്കുകയും വേണം. പക്ഷേ ചന്ദരൂറുകാരുടെ അല്ലെങ്കിൽ അതേപോലുള്ള പ്രദേശവാസികളുടെ ദുരിതത്തിന് ഒരു അവസാനം കാണണ്ടേ? ഇതൊക്കെ മുന്നേ തിരിച്ചറിയേണ്ട കാര്യമായിരുന്നു. കാരണം ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ദേശീയപാത നിർമ്മിക്കുന്ന ഈ കോൺട്രാക്ടർമാർക്ക് ഇത് നല്ല പരിചയമുണ്ട്. അവർ ഒരുപാട് പാതകൾ ഇതേപോലെ നിർമ്മിച്ചവരാണ്. എന്നിട്ടും എന്തേ ഇവിടെ ഈ ആകാശപാത പോകുമ്പോൾ അതൊരാശങ്കയുടെ പാതയായി? ഓർമ്മിക്കേണ്ട കാര്യമാണ്. കാര്യം ജനങ്ങളുടെ ജീവിതത്തിന് കീറാമുട്ടിയായി കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുകയും ചെയ്യും. ഇന്നത്തെ പ്രതിഷേധം അതിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമായിരുന്നു. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. രഘുനന്ദൻ പറയുന്നു, ഹോട്ടലുകളിൽ ഇപ്പോൾ കുടിക്കാൻ വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഈ പനിക്കാലത്ത് പനി വ്യാപകമാകുന്നു, പനി പടരുന്നു. കേരളത്തിൽ ഒരു പനിക്കേരളമായി മാറുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ച് തന്നെ ആളുകൾ കുടിക്കണം.